പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഗാനശുശ്രൂഷ ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനും ഞങ്ങളുടെ ജീവന്റെ പരിപാലകനുമായിരിക്കുന്ന സർവശക്തനായ ദൈവമേ, ശാന്തവും അനുഗ്രഹപൂർണമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ രാത്രിയെങ്കിൽ ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങളുമായിരുന്ന അവിടുത്തെ മക്കളാകും ഞങ്ങൾക്ക് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ അവർ നൽകിയ ഈ മകൾ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ 71ാമത് കാഞ്ഞിരംകുളം അഴിക കൺവെൻഷന് ഒരിക്കൽ പ്രാർത്ഥനയായി ഞങ്ങൾ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ ഈ ആരാധനയിലൂടെ ഐക്യ കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ ശക്തി പകരുവാനും ദൈവവചന ശുശ്രൂഷയിലൂടെ പിന്മാറ്റക്കാർ തിരിച്ചു വരുവാനും പാപികൾ മാനസാന്തരപ്പെടുവാനും ദേശത്തിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ കൺവെൻഷനിലൂടെ നിർവഹിക്കപ്പെടുവാൻ അവിടുത്തെ മക്കളിലൂടെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് ഈ ആരാധന ഏറെ അനുഗ്രഹകരമായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കണമേ. ഇപ്പോൾ ഗാന ശുശ്രൂഷ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ പാട്ടുകൾ പാടുന്ന എൻ്റെ മക്കളെയും ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരെയും ശബ്ദവും വെളിച്ചവും ക്രമീകരിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന സ്തുതിയും സ്തോത്രമെല്ലാം അവിടുത്തെ ആ മുഖത്തീകരണത്തിനായി തന്നെ തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ശബ്ദം അലിയും നിമിഷം കളകളനാദം ഉദിക്കും നദികൾ കിളികൾ തൻ ശബ്ദം അലിയും നിമിഷം യേശുവേ നോക്കി കൂപ്പും കൈകൾ ഇരുളുകൾ അകലും മനസ്സുകൾ തെളിയും യേശുവേ നോക്കി കൂപ്പും കൈകൾ ഇരുളുകൾ അകലും മനസ്സുകൾ തെളിയും പാടാം നവഗാനം നാമൊന്നായി സുദിനം നേടാം തവ കൃപകൾ ദിനംതോറും ഈ മണ്ണിൽ പാടാം നവഗാനം നാമൊന്നായി സുദിനം നേടാം തവ കൃപകൾ ദിനംതോറും ഈ മണ്ണിൽ. വചനം നൽകിയ യൗവനനാളിൽ ഹൃദയം നേടിയ കുഞ്ഞിളം മനസ്സിൽ വചനം നൽകിയ യൗവനനാളിൽ ഹൃദയം നേടിയ ദിനങ്ങൾ നീളും ആയുസ്സിൻ നാളത്തിൽ നിറയും മനവും സ്തുതികൾ ദിനവും ദിനങ്ങൾ നീളും ആയുസ്സിൻ നാളത്തിൽ നിറയും മനവും സ്തുതികൾ ദിനവും പാടാം നവഗാനം നാമൊന്നായി സുദിനം നേടാം തൻ കൃപകൾ ദിനത്തോറും ഈ മണ്ണിൽ പാടാം നവഗാനം നാമൊന്നായി സുദിനം നേടാം തൻ കൃപകൾ ദിനത്തോറും ഈ മണ്ണിൽ.
മനസ്സിനകലും സർവേശൻ തൻ കൃപയാലകലും ദിനവും കർത്തനിൽ വളരും മനുജൻ അനുദിനം അവനിൽ വിജയം നേടും. ദിനവും കർത്തനിൽ വളരും മനുജൻ അനുദിനം അവനിൽ വിജയം നേടും. പാടാം നവഗാനം നാം ഒന്നായി സുദിനം നേടാം തൻ കൃപകൾ ദിനംതോറും ഈ മണ്ണിൽ. പാടാം നവഗാനം നാം ഒന്നായി സുദിനം നേടാം തൻ കൃപകൾ ദിനംതോറും ഈ മണ്ണിൽ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിലിപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുകയും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങളെ ആഴമായി വഴി നടത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുവേ, സ്വർഗസ്ഥ പിതാവേ, ധന്യമായ നിമിഷത്തിൽ കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ പേരിൽ ഞങ്ങൾക്കൊരുമിച്ച് കൂടുവാനും ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനും ഉയരത്തിലെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കിത്തന്ന വിലയേറിയ അവസരത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 70 വർഷക്കാലം കൺവെൻഷൻ പ്രോഗ്രാമിലൂടെ ദൈവം ഞങ്ങളെ നടത്തുകയും ആത്മീകമായ ധന്യത അനുഭവിക്കുവാൻ ഈ ദേശത്തിലെ പ്രിയ മക്കൾക്ക് ദൈവം അവസരം നൽകിയതിനുമായി തിരുനാമത്തിന് സ്തുതി അർപ്പിക്കുന്നു. 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷന് മുന്നോടിയായി എല്ലാ ജനങ്ങളെയും സജ്ജരാക്കാനും ആ കാര്യം അവരെ ജീവിതത്തിലൂടെ അറിയിക്കുവാനും ഈ പ്രത്യേകമായ കൂട്ടായ്മ ഇന്ന് ഞങ്ങൾക്ക് ലഭ്യമായതുകൊണ്ട് തിരുനാമത്തിന് സ്തുതി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ഈ പ്രത്യേക കൂട്ടായ്മയിലെത്തിയിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ സംഘാടകരായി പ്രവർത്തിക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇതിൻ്റെ പ്രസിഡൻ്റായി ശുശ്രൂഷ നിർവഹിക്കുന്ന സുനിൽകുമാർ അച്ഛനെ ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ജനറൽ സെക്രട്ടറിയായി സേവനം നിർവഹിക്കുന്ന പോൾഡായ് സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സാന്നിധ്യവും കൃപയും പ്രിയദാസനിലും പകരണമേ. അക്കൗണ്ടൻ്റായും ട്രഷററായും മറ്റിതര സ്ഥാനീയരായി ഈ പ്രത്യേക സ്ഥാനത്തെത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധനായ കർത്താവെ, ഇന്നത്തെ കൂട്ടായ്മയിൽ ഓരോ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൺവെൻഷൻ കൊയറിൻ്റെ ശുശ്രൂഷ ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. മനോഹരമായ ഗാനങ്ങളിലൂടെ ഭക്തിനിർഭരമായ സാന്നിധ്യം, ദൈവികമായ കൃപാ സാന്നിധ്യം ഉണ്ടാക്കാൻ പ്രിയ മക്കളുടെ ഗാനങ്ങൾ ഏറ്റവും ഗുണകരമായി തീരുന്നതുകൊണ്ട് സ്തോത്രം. അതിലെ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ദൈവം ആശീർവദിക്കണമേ. അല്പസമയം തിരുസന്നിധിയിലായിരിക്കുമ്പോൾ സാന്നിധ്യബോധത്താൽ നീ ഞങ്ങളെ വഴി നടത്തണമേ. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം ദയയുള്ള പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള റവറൻഡ് വേദരാജച്ചൻ, റിനോഷച്ചൻ, ബിന്നു സുവിശേഷകർ, വേദിയിലായിരിക്കുന്ന കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ ഭാരവാഹികൾ, ഈ ഏകദിന കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, ഗായക സംഘാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ ഏപ്രിൽ മാസം 20 മുതൽ 27 വരെ തീയതികളിൽ PKS സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുവാനായി തീരുമാനിക്കുകയും അതിനുവേണ്ടി നാം ഒരുങ്ങുകയും ചെയ്യുന്ന നാളുകളാണല്ലോ. ഈ കൺവെൻഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യമെന്ന് പറയുന്നത് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷന് വേണ്ടി ക്ഷണിക്കുക, സഭയെ ഈ കൺവെൻഷന് വേണ്ടി സജ്ജമാക്കുക, പ്രാർത്ഥനയിൽ ഒരുക്കുക, കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടെയാണ് ഈ കൂട്ടായ്മ നിർവഹിക്കപ്പെടുന്നത്. നമുക്കറിയാം, മുൻ വർഷങ്ങളിലും കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മുടെ കാഞ്ഞിരംകുളം കൺവെൻഷൻ്റെ പരിധിയിലുള്ള എല്ലാ സഭകളിലും പ്രത്യേകമായി ഒരുക്ക പ്രാർത്ഥനകൾ നടത്തുകയും കൺവെൻഷൻ
പ്രതിനിധികൾ കടന്നുപോയി ആ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുക പതിവാണ്. എന്നാൽ ഈ വർഷം ഒരല്പം കൂടെ വ്യത്യസ്തമായി തിരഞ്ഞെടുക്കപ്പെട്ട സഭകളിൽ, പ്രത്യേകിച്ച് ഡിസ്ട്രിക്റ്റ് സെൻറ്ററുകൾ കേന്ദ്രീകരിച്ച് ഏകദിന കൺവെൻഷനായി തന്നെ അവ ക്രമീകരിച്ച് ഈ കൺവെൻഷനെക്കുറിച്ചുള്ള പ്രചരണം കൂടുതൽ ശക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഏകദിന കൺവെൻഷനായി ഈ കൂട്ടായ്മ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനും സുപരിചിതനുമായിരിക്കുന്ന റവറൻഡ് എം വേദരാജച്ചൻ അവർകളാണ്. പ്രിയമുള്ള അച്ഛൻ 69ാമത് ഐക്യ കൺവെൻഷൻ്റെ പ്രസിഡൻ്റായി ചുമതല വഹിച്ചിരുന്നു. ഇപ്പോൾ അച്ഛൻ ഈ കൺവെൻഷൻ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. കൊടിയന്നൂർ കോണം ഇടവകയുടെയും ഡിസ്ട്രിക്റ്റിൻ്റെയും അധ്യക്ഷനായി അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു. ദക്ഷിണ കേരള മഹാ ഇടവകയിൽ പാസ്റ്ററൽ ബോർഡ് സെക്രട്ടറിയായി വളരെ ദീർഘവർഷങ്ങൾ വളരെ സ്തുത്യർഹമായ സേവനം അച്ഛനിലൂടെ ലഭ്യമായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും അച്ഛന്മാരുടെ ശുശ്രൂഷകൾക്ക് വളരെ പിന്തുണയും പ്രാർത്ഥനയും നേതൃത്വവും അച്ഛനിലൂടെ ലഭ്യമാകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അച്ഛൻ്റെ പ്രത്യേകമായ നേതൃത്വ പാടവം, അച്ഛൻ്റെ സമീപനങ്ങൾ ഏറ്റവും ഹൃദ്യമായതാണ്. ഏറ്റവും സന്തോഷത്തോടുകൂടെ നമ്മുടെ ഈ യോഗത്തിലേക്ക് അച്ഛനെ ഈ സഭയുടെയും ഐക്യ കൺവെൻഷൻ്റെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുവാനുള്ളത് ഇന്ന് വചന ശുശ്രൂഷ നിർവഹിക്കുന്ന റവറൻഡ് എം കെ റിനോഷ് അച്ഛൻ അവർകളാണ്. പ്രിയമുള്ള അച്ഛൻ ഈ നാളുകളിൽ നാഗപുരം CSI ഇടവകയിൽ ശുശ്രൂഷ അർപ്പിക്കുന്നു. നമ്മുടെ സഭയാണ് ശരിക്കും അച്ഛൻ്റെ സഭ. സാങ്കേതികമായ അച്ഛൻ്റെ സഭ ഇപ്പോൾ നെല്ലിമൂടാണെങ്കിലും അച്ഛൻ്റെ പിതാവ് കുടുംബവുമെല്ലാം ഈ സഭയിൽ അംഗങ്ങളായിരുന്നു. ഇവിടെ നിന്നാണ് പിന്നീട് അവർ നെല്ലിമൂട് സഭയിലേക്ക് മാറിയത്. എങ്കിലും മാതൃസഭ പോലെ ഇന്നും അച്ഛൻ സ്നേഹിക്കുന്ന ഒരു സഭയാണ് നമ്മുടെ കഴിവൂർ സഭ. യുവ പട്ടക്കാരുടെ ഇടയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് അച്ഛൻ ഈ കാലഘട്ടത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണ കേരള മഹാ ഇടവക ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ സെക്രട്ടറിയായി സ്തുത്യർഹമായ സേവനം അച്ഛൻ നിർവഹിച്ചിട്ടുണ്ട്. കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് സുവിശേഷവേദി, ഗോസ്പൽ ടീം. അപ്പോൾ ഗോസ്പൽ ടീമിൻ്റെ കോർഡിനേറ്ററായാണ് ഈ നാളുകളിൽ റിനോഷ് അച്ഛൻ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഈ കൺവെൻഷൻ കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് വചന ശുശ്രൂഷയ്ക്കുള്ള പ്രാർത്ഥനയോടും ഒരുക്കത്തോടും നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന റവറൻഡ് എം കെ റിനോഷ് അച്ഛനെ ഐക്യ കൺവെൻഷൻ്റെ പേരിലും ഈ സഭയുടെ പേരിലും ഞാൻ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഹശുശ്രൂഷകൻ ഇവാഞ്ചലിസ്റ്റ് VS ബിനു അവർകൾ നമ്മോടൊപ്പം ആയിരിക്കുന്നു. സഭയുടെ ശുശ്രൂഷ മേഖലകളിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ ഈ നാളുകളിൽ നിർവഹിക്കുന്നു. പ്രിയമുള്ള സുവിശേഷകരെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഐക്യ കൺവെൻഷൻ ജനറൽ സെക്രട്ടറിയായി ഈ നാളുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ LS പോൾരായ് സാർവറുകളാണ്. ചാണി സഭാംഗമായ സഭാ കമ്മിറ്റി അംഗമായ പോൾരാജ് സാറിൻ്റെ സേവനം നാം ഈ നാളുകളിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും സാറിൻ്റെ നേതൃത്വം നാം സ്വീകരിച്ച് ഐക്യ കൺവെൻഷൻ ശുശ്രൂഷകളിൽ പങ്കാളികളായി തീർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷന് വളരെയധികം സാറിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷനെ സംബന്ധിച്ച് എന്ന് മാത്രമല്ല, ഇന്ന് മിക്കവാറും സഭകളിൽ കൺവെൻഷൻ നടക്കുമ്പോൾ അതിലുള്ള പങ്കാളിത്തം വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു കുറവ് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഏകദിന കൺവെൻഷൻ, അതുപോലെ തന്നെ ബൈക്ക് റാലി, ബൈബിൾ ക്വിസ്, ഇങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളാണ് ഈ കൺവെൻഷൻ്റെ പ്രോത്സാഹനാർത്ഥം ജനങ്ങളുടെ പങ്കാളിത്തത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷവും പുതിയ പുതിയ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ നിർവഹിക്കുന്നുണ്ട്. ഒരു കൂട്ടം പിതാക്കന്മാരെ, സഹോദരങ്ങളെ ഈ കൺവെൻഷന് വേണ്ടി ഓടുവാനായിട്ട് ദൈവം നൽകി
എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത. കൺവെൻഷൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ LS പോൾ ജോയ് സാറിനെ ഏറ്റവും സന്തോഷത്തോടുകൂടെ ഐക്യ കൺവെൻഷൻ്റെ പേരിലും സഭയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യും. ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് നെല്ലിമൂട് സഭ അംഗവും സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന ശ്രീ ഷൈൻ ജോ സാറാണ്. സാറിനെയും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അക്കൗണ്ടൻ്റായി പ്രവർത്തിക്കുന്നത് ഇന്ന് വേദഭാഗം വായിച്ച ആശാൻവിള CSI സഭാംഗം ആയിരിക്കുന്ന ശ്രീ G ഷിബു അവർകളാണ്. അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രെയർ കമ്മിറ്റി കൺവീനറായി പ്രവർത്തിക്കുന്നത് ശ്രീ ജോൺ കുട്ടി സാറാണ്. കരിച്ചൽ CSI സഭാംഗമായിരിക്കുന്ന പ്രിയമുള്ള സാറ് തൻ്റെ വാർദ്ധക്യത്തിലും ഒരു കൂട്ടായ്മ പോലും മുടക്കാതെ ഈ കൺവെൻഷന് വേണ്ടി ഇങ്ങനെ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രെയർ കമ്മിറ്റി കൺവീനറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ജോൺ കുട്ടി സാറിനെ ഏറ്റവും സന്തോഷത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗോസ്പൽ ടീമിന് കൺവീനറായി പ്രവർത്തിക്കുന്നത് ശ്രീ സ്റ്റാൻലി ജോൺ സാറാണ്. AHLMC ഭരണിയം അംഗമായിരിക്കുന്ന സ്റ്റാൻലി ജോൺ സാർ ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പ്രിയമുള്ള സാറിനെ ഏറ്റവും സന്തോഷത്തോടുകൂടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിക്കുന്ന ശ്രീ ദാസ് MRM CSI കരിങ്കുളം സങ്കീർത്തനം വായിക്കുന്ന നേതൃത്വം നൽകി. എല്ലാ കൂട്ടായ്മകളിലും പ്രിയമുള്ള സാറിൻ്റെ നേതൃത്വം നമ്മോടൊപ്പമുണ്ട്. പ്രിയമുള്ള സാറിനെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശശിധരൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ, ശ്രീ ജസ്റ്റിൻ മാത്യു സാർ AHLMC ഭരണിയം, ശ്രീ ബെൻസൺ സാർ CSI ഭരണിയം, ശ്രീ ജോസ് കുമാർ CSI ചാണി, അദ്ദേഹം സഭാ സെക്രട്ടറി കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ചാണി സഭയുടെ. കൊയർ കമ്മിറ്റി കൺവീനർ ഈ സഭാംഗമായിരിക്കുന്ന ശ്രീ സുജൻ സിംഗ് സാർ, കൊയർ മാസ്റ്ററായി പ്രവർത്തിക്കുന്ന ശ്രീ ഗോഡ്ഫ്രേ സാർ നെല്ലിക്കാക്കുഴി CSI. ഈ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ പ്രസിഡൻ്റായും ഈ ഇടവകയുടെയും ഈ ഡിസ്ട്രിക്റ്റിൻ്റെയും അധ്യക്ഷനായും സേവനമനുഷ്ഠിക്കുന്ന സുനിൽകുമാർ അച്ഛൻ, ഇന്ന് വചനം സംസാരിക്കുന്ന റിനോഷ് അച്ഛൻ, ഇടവകയുടെ സഹശുശ്രൂഷകനായ സുവിശേഷ പ്രവർത്തകൻ, ജനറൽ സെക്രട്ടറി, മറ്റ് സദസ്സിലും മറ്റിതര സ്ഥാനങ്ങളിലിരിക്കുന്ന ഇടവകയുടെ ഈ കൺവെൻഷൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥാനീയ പ്രവർത്തകരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ദൈവമക്കളെ, ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ അംഗങ്ങളെ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. വളരെ ചുരുങ്ങിയ ഒരു അധ്യക്ഷ പ്രസംഗമാണ് ഞാൻ നിർവഹിക്കുന്നത്. ഇന്നേക്ക് 71 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1954 കാലഘട്ടത്തിൽ നമ്മുടെ ദേശത്ത് ഉടലെടുത്ത സ്ഥാപിതമായ ഈ കൺവെൻഷൻ വിവിധ നാൾ വഴികൾ പിന്നിട്ട് 2025 വർഷത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ തലമുറയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. 1954 കാലഘട്ടം എന്ന് പറഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ഒരു 7 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് സ്ഥാപിതമായത്. കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷാമകാലമാണ് 1950-60 കാലഘട്ടം, 10 വർഷം. അതുപോലെ ഒരു ക്ഷാമം പിന്നെങ്ങും കേരളം കണ്ടിട്ടില്ല. അത്രയും ക്ഷാമം നിറഞ്ഞ, ദരിദ്രത നിറഞ്ഞ, ഇല്ലായ്മകളുടെ മധ്യത്തിൽ രൂപം കൊണ്ട ഒരു ആത്മീക കൂടിവരവാണ് സത്യത്തിൽ ഈ കൺവെൻഷൻ. അന്ന് ആരംഭിക്കുമ്പോൾ ജനം എല്ലാം മറന്ന് ആവേശത്തോടുകൂടെ ഈ കൺവെൻഷനെ പ്രാപിച്ചിരുന്നു എന്നതാണ് സത്യം.
എന്നാൽ ഇന്ന് 70 വർഷം പിന്നിട്ടു, 71ലേക്ക് പോകുന്നു. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ മധ്യത്തിലുള്ളത്. ക്ഷാമമോ ദരിദ്രതയോ തീരെ ഇല്ലാത്ത ഒരു കാലഘട്ടം. ഉണ്ണാനും ഉടുക്കാനും ആവശ്യത്തിലേറെയുള്ള ഒരു കാലഘട്ടം. സെലക്ട് ചെയ്യാൻ മാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്ന, ഏതാണ് ഉടുക്കേണ്ടത്, ഏതാണ് കഴിക്കേണ്ടത് എന്ന് സെലക്ഷൻ ഓപ്ഷൻ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ കൺവെൻഷൻ്റെ പ്രസക്തി എന്താണ്? ഇതാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഏറെ വിഷയം. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇങ്ങനെ കണക്ക് കൂട്ടുകയായിരുന്നു. ഈ കൺവെൻഷൻ ഇന്ന് ശുഷ്കിച്ച് ഒരു പള്ളി കൺവെൻഷൻ്റെ രൂപഭാവത്തിൽ 69 ഞാൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ അങ്ങനെ ഒരു അവസരമായിരുന്നു. കഴിഞ്ഞ വർഷം സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് ബോൾഡായ് സാറും കമ്മിറ്റി ടീം അംഗങ്ങളും കൂടെ കുറച്ചുകൂടെ എഫർട്ടെടുത്ത് ഈ ദേശത്തിൻ്റെ എല്ലാ ഭാഗത്തും ബൈക്ക് റാലിയും പിന്നെ ബൈബിൾ ക്വിസും മറ്റെല്ലാ കാര്യങ്ങളുമായിട്ട് റെഡിയാക്കി കുറച്ചും കൂടെ ഒന്ന് ഉഷാറായിട്ടുണ്ട്. എന്നാൽ അത് പോരാ. 71ാമത് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ പന്തലും പ്രിമിസിസും ആ പരിസരവും നിറഞ്ഞ് കവിയുന്ന ഒരനുഭവത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ഒരാലോചനയും കൂടെയാണ് ഇങ്ങനെയുള്ള ചെറു കൂട്ടായ്മകളിൽ നമ്മൾ സംവേദിക്കുന്നത്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു കൂടിവരവെന്ന് പറയുന്നത് നിങ്ങളെ നമ്മൾ പേഴ്സണലായിട്ട് ക്ഷണിക്കുകയാണ്. വ്യക്തിപരമായി നിങ്ങളുടെ കുടുംബങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തക്കാർ, പരിചയക്കാർ എല്ലാവരോടും ഇത് പറയാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് എന്നതാണ് ഈ കൺവെൻഷൻ്റെ പ്രത്യേകത. ഇന്ന് ബഹുമാനപ്പെട്ട സാറ് ഇവിടെ വായിച്ച 89ാം സങ്കീർത്തനം ആണ് ഇവിടെ വായിച്ചത്. അദ്ദേഹം വായിച്ചപ്പോൾ ഞാനത് വളരെ കരുതലോടെ ശ്രദ്ധിക്കുകയായിരുന്നു. 1ാമത്തെ വാക്യം ആരംഭിക്കുന്നത്, യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും. ചുരുക്കം ഇത്രയാണ്, യഹോവയുടെ കൃപകളെക്കുറിച്ച് തലമുറകൾ അറിയിക്കുവാനുള്ള ഒരു ബാധ്യതയാണ് ഈ കൺവെൻഷനിലൂടെ നാം ഏറ്റെടുക്കേണ്ടത്. ഈ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് ബൈബിളിൽ വണ്ടർഫുൾ കൈൻഡ്നെസ് എന്ന പദമാണ് കൃപ എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അർഹതയില്ലാത്ത സ്ഥലത്ത് നമുക്ക് ലഭിക്കുന്നതായ നന്മ. എനിക്ക് ഒരർഹതയുമില്ലാത്ത എനിക്ക് വീണ് കിട്ടുന്ന, ലഭ്യമാകുന്ന, ഒരു ലോട്ടറി അടിച്ചതുപോലെ തരുന്ന നന്മയാണ് കൃപ, ദൈവത്തിൻ്റെ കൃപ, വണ്ടർഫുൾ കൈൻഡ്നെസ് എന്നെല്ലാം വേദപുസ്തകത്തിൽ ഗ്രീക്ക് ഭാഷ തുടങ്ങി ഹീബ്രുവിലായിരുന്നാലും ലാറ്റിനിലായിരുന്നാലും മൂലഭാഷയിലെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് അർഹതയില്ലാത്ത സ്ഥലത്ത് നമുക്ക് ലഭിക്കുന്നതായ നന്മ. നമ്മുടെ എല്ലാവരുടെയും ചരിത്രം ഒരു 25 വർഷം റീവൈൻഡ് ചെയ്ത് പുറകോട്ട് പോയാൽ നമുക്ക് ബോധ്യമാകും, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മകളൊന്നും അനുഭവിക്കാൻ സത്യത്തിൽ നമ്മൾ യോഗ്യരല്ല. ദൈവത്തിൻ്റെ വണ്ടർഫുൾ കൈൻഡ്നെസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം നൽകിയ ദൈവം. ഈ കൃപയെക്കുറിച്ച് പുത്തൻ തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കുക എന്നതാണ് കൺവെൻഷൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അതിനാണ് കൺവെൻഷൻ കൂടുന്നത്. ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് പോലും
ഇനി ജനിക്കാനിരിക്കുന്ന ഒരു പുത്തൻ തലമുറയ്ക്ക് പോലും ഈ കൺവെൻഷൻ്റെ പാഠ്യപാഠങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന, അതിനെക്കുറിച്ച് അറിയിക്കുന്ന ഒരു മഹത്തായ ആത്മീക സംഗമമാണ് ഈ കൺവെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അടങ്ങിയിരിക്കാൻ പറ്റാത്ത, ഒതുങ്ങിയിരിക്കാൻ പാടില്ലാത്ത ആവേശത്തോടുകൂടെ ദൈവത്തിൻ്റെ കൃപകളെ പുത്തൻ പുത്തൻ തലമുറകളിലേക്ക് വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു ദർശനം ജീവിതത്തിൽ ഉൾക്കൊണ്ട് അതിനെ പരസ്യമായി പ്രഖ്യാപിക്കാനും അറിയിക്കാനും കഴിയുന്ന ഒരു വലിയ സംവിധാനത്തിലേക്ക് മാറ്റപ്പെടുന്നതിനെയാണ് ദൈവത്തിൻ്റെ കൃപയെന്നും ഈ കൺവെൻഷനിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്നും ഞാൻ നിങ്ങളെ ശക്തമായി ഓർപ്പിക്കുന്നു. നമ്മളെല്ലാവരും മനസ്സിലാക്കിയ പ്രകാരം 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനാ യോഗങ്ങൾ ഫെബ്രുവരി മാസം 1-ാം തീയതി കൊടിമുറുക്കോണം സഭയിൽ നിന്ന് ആരംഭിച്ച് ഏപ്രിൽ മാസം 5-ാം തീയതി അവസാനിപ്പിക്കത്തക്ക വിധത്തിൽ ക്രമീകരിച്ച് എല്ലാ സഭകളിലും സന്ദർശിച്ച് ഒരുക്ക പ്രാർത്ഥന നടത്തി വരുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. കൺവെൻഷനെ സ്നേഹിക്കുന്ന, കൺവെൻഷന് വേണ്ടി കരുതുന്ന ഒരു കൂട്ടം പ്രവർത്തകർ ഈ പ്രവർത്തനങ്ങളിൽ സഹായിച്ച് സഹകരിച്ച് എല്ലാ സഭകളെയും അതിനുവേണ്ടി സജ്ജരാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടെ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രദേശം ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശമാണ്. ആത്മീയമായിട്ടും സാംസ്കാരികമായിട്ടുമൊക്കെ ഉന്നതി പ്രാപിച്ച ഒരു പ്രദേശത്താണ് നമ്മൾ ആയിരിക്കുന്നത്. വളരെ സമാധാനത്തിൽ ജീവിപ്പാനായിട്ടുള്ള അന്തരീക്ഷം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം നമ്മൾ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ഊഴിയ വേല ചെയ്യുവാനായിട്ട് നിയോഗിച്ചിരുന്ന പൂർവ്വപിതാക്കന്മാരുടെ പിൻതലമുറക്കാരാണ് നമ്മൾ ഓരോരുത്തരും. വിദ്യാഭ്യാസം ചെയ്യുന്നതിന് അവകാശം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്നു. പൊതുവഴിയിൽ നമുക്ക് നടക്കാനായിട്ട് അവസരം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഊഴിയ വേല ചെയ്യുക, മാറുമറയ്ക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത സ്ത്രീകൾ ഉൾപ്പെട്ടിരുന്ന ഒരു വലിയ സമൂഹം. 1840-45 കാലഘട്ടത്തിൽ റവറൻഡ് ജോൺ കോക്സ് മിഷണറി, LMS മിഷണറി ആയിട്ട് തിരുവനന്തപുരത്ത് കടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായിട്ട് നമ്മുടെ ഈ പ്രദേശത്തെ തിരഞ്ഞെടുത്ത് ഈ സ്ഥലത്ത് സ്ഥാപിച്ച സഭകളാണ് ഇന്ന് തലയെടുപ്പോടെ നിൽക്കുന്ന സഭകൾ. അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള പ്രവർത്തനങ്ങൾ വഴി ആരംഭിച്ച സഭകളാണ് കൊടിമുറുക്കോണം, ചാണി, നെല്ലിക്കാക്കുഴി, തിരുപുറം തുടങ്ങിയ ഇടവകകൾ. മിഷണറിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും തദ്ദേശീയരായിട്ടുള്ള പ്രവർത്തകരുടെ, വിശ്വാസികളുടെ പ്രവർത്തന ഫലമായിട്ടും ആരംഭിച്ച സഭകളാണ് ഈ കഴിവൂർ സഭ, കരിച്ചൽ സഭ, പരിണിയം സഭ, കുട്ടവുന്നൂൽ സഭ. അതിനെ തുടർന്ന് വിശ്വാസികളുടെ പ്രവർത്തന ഫലമായിട്ട് ആരംഭിച്ച സഭകളാണ് നാഗപുരം, പൂവാർ, സിറ്ററം, ഓലത്താനി തുടങ്ങിയ സഭകൾ. ഇപ്രകാരം 12 സഭകൾ 1953 കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് CSI വിഭാഗത്തിന് മാത്രമായി ഉണ്ടായിരുന്നു. ഈ 12 സഭകളും കൂടെ ചേർന്ന് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ. ഇന്ന് നമ്മുടെ കൺവെൻഷൻ പരിധിയിൽ CSI വിഭാഗത്തിന് തന്നെ 50-ലധികം സഭകൾ ഉണ്ട് എന്നുള്ളത് സന്തോഷത്തോടുകൂടെ നമുക്ക് പറയുവാനായിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഈ കൺവെൻഷൻ യോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് CSI വിഭാഗത്തെ കൂടാതെ ECI, ലൂതറൻ, സാൽവേഷൻ ആർമി, ആദ്യ കാലഘട്ടങ്ങളിൽ മർത്തോമയ്ക്ക് സഭയുണ്ടായിരുന്നു. അതുകൊണ്ട് മർത്തോമ സഭ, അങ്ങനെ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങൾ ചേർന്നുള്ള ഒരു വലിയ കൺവെൻഷനായിരുന്നു കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ. പ്രകാരം 1952 അന്നത്തെ ഹൈസ്കൂൾ മാനേജരായിരുന്ന PK സത്യനേശൻ മാനേജരും അദ്ദേഹത്തോടൊപ്പം ശ്രീ പൊന്നയ്യ ഭാഗവരും ചേർന്ന് ആരംഭിച്ച്, കുറേ പ്രവർത്തകരും ചേർന്ന് ആരംഭിച്ചതാണ് ഈ വലിയ കൺവെൻഷൻ. കാലാകാലങ്ങളിൽ
പ്രഗത്ഭരായ ദൈവദാസന്മാരെ നമ്മുടെ ദേശത്ത് കടന്നു വന്ന് ദൈവവചനം സംസാരിക്കുന്നതിന് അവസരമൊരുക്കുന്നതിന് വേണ്ടിയാണ് ഈ കൺവെൻഷൻ ആരംഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ സഭകളിൽ നിന്ന് 20 മിനിറ്റോ 25 മിനിറ്റോ ദൈവവചന പഠനമാണ് ഓരോ ഞായറാഴ്ചയും ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ദേശത്തിൽ നിന്നും വിദേശത്തു നിന്നും പ്രഗത്ഭരായ വ്യക്തികളെ ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ വരുത്തി ദൈവവചനം ആഴമായി കേൾക്കുന്നതിനുള്ള ഒരു അവസരമായി കണ്ട് വചനം ദൗർലഭ്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്, ഇല്ലായ്മയുടെ നടുവിൽ ആരംഭിച്ചതാണ് ഈ ഒരു കൺവെൻഷൻ. എന്നാൽ പിൻതലമുറകൾ നമ്മളെല്ലാവരും വളർന്ന് വലുതായി വിദ്യാഭ്യാസം നേടി എല്ലാവരും ഉന്നതി പ്രാപിച്ചപ്പോൾ ഒരുപക്ഷെ നമ്മളെല്ലാവരും ആ ഉന്നതിയിൽ സംതൃപ്തി അടയുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഇന്ന് മാറിയിരിക്കുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് തന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ പാരമ്പര്യം അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടുന്ന ഒരു വലിയ ഉത്തരവാദിത്വം നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ പിൻതലമുറയെക്കുറിച്ച് പരിതപിക്കുന്നവരാണ്. അവർ തെറ്റായ വഴികളിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും പറയാറുണ്ട്. അധ്യാപകരുമൊക്കെ അങ്ങനെയാണ് എപ്പോഴും പറയുന്നത്. അടുത്ത തലമുറ കുഴപ്പമാണ് എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ തിരുത്തൽ വരുത്തേണ്ടത് നമ്മളിൽ തന്നെയാണ്. നമ്മൾ മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഒരുപക്ഷെ അവർ തിരക്കുള്ളവരായിരിക്കാം, പക്ഷെ നമ്മുടെ ജീവിതമാണ് അവരുടെ മുമ്പിലുള്ള മാതൃക. ആലയങ്ങളിലെ കൂട്ടായ്മകളിലും ഇപ്രകാരം ക്രമീകരിക്കുന്ന കൺവെൻഷൻ യോഗങ്ങളിലും നമ്മളെല്ലാവരും പങ്കെടുക്കുവാനായിട്ട് ഞാൻ ആലോചന പറയുകയാണ്. സമാപന ദിനം CSI കൊല്ലം കൊട്ടാരക്കര മഹായിടവകയുടെ മുൻ ബിഷപ്പായിരുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനി മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നു. വചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രഗത്ഭരായിട്ടുള്ള 3 വ്യക്തികളെയാണ് നമുക്ക് ഈ വർഷം ലഭ്യമായിരിക്കുന്നത്. ആദ്യത്തെ 3 ദിവസങ്ങളിൽ ജീവസന്ദേശം ബൈബിൾ പ്രഭാഷകനായിരിക്കുന്ന, ഒരുപക്ഷെ നമ്മൾ യൂട്യൂബിലൂടെയും ടെലിവിഷനിലൂടെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, ക്രമമായിട്ടുള്ള ബൈബിൾ പഠനങ്ങൾ ഒരുപക്ഷെ കേൾക്കുന്നവരുണ്ടാകും. അദ്ദേഹമാണ് ആദ്യത്തെ 3 ദിവസങ്ങളിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്നത്, ബ്രദർ ജോർജ് ഫിലിപ്പ്. അടുത്ത 3 ദിവസങ്ങളിൽ മർത്തോമാ സഭയിലെ പ്രഗത്ഭനായിരിക്കുന്ന പട്ടക്കാരൻ റവറൻ ഡോക്ടർ മോത്തി വർക്കി അച്ഛൻ കടന്നു വരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ, അവസാന 2 ദിവസങ്ങളിൽ CSI ദക്ഷിണ കേരള മഹായിടവകയിലെ പട്ടക്കാരനും ഇപ്പോൾ ഫ്രൈബർഗ് ചർച്ചിൻ്റെ ചാപ്ലൻ, ജർമ്മനിയിലെ ഫ്രൈബർഗ് ചർച്ചിൻ്റെ ചാപ്ലിനുമായിട്ട് പ്രവർത്തിച്ചു വരുന്ന റവറൻഡ് വിനോദ് വിക്ടർ അച്ഛനാണ് കടന്നു വരുന്നത്. ഈ 8 ദിവസങ്ങളിലും ആഴമായ ദൈവവചന സന്ദേശം കേൾക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും കടന്നു വരണം. കുടുംബങ്ങളെ അതിനായിട്ട് സജ്ജരാക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും കടന്നു വന്ന് ഒരുമിച്ച് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച പ്രകാരം ആ ഓഡിറ്റോറിയം നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം ഈ വർഷം നമുക്ക് കാണുവാനായിട്ട് കഴിയണം. ജാതികളുടെ മധ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു കൺവെൻഷനാണ്. ഈ ദേശത്തിലെ പ്രബലമായിട്ടുള്ള ക്രിസ്തീയ വിഭാഗങ്ങൾ ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു കൺവെൻഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവനാമം ഉയർത്തപ്പെടണം, ദൈവനാമം മഹത്വപ്പെടണം. അതിൽ നമ്മളാരും പിന്നോട്ട് നിൽക്കരുത്. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നുള്ളത് ഉണർന്നുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുവാനായിട്ട് ഞാൻ ആലോചന പറയുന്നു. ഇതുകൂടാതെ 2 വിശേഷ യോഗങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ശനിയാഴ്ച കുടുംബസംഗമം ക്രമീകരിച്ചിരിക്കുന്നു. രാവിലെ 10 മണി മുതൽ ഉച്ചവരെയുള്ള സമയത്ത്. അതിന് അതിഥിയായിട്ട് നേതൃത്വം നൽകുവാനായിട്ട്, ക്ലാസ് എടുക്കുവാനായിട്ട് കടന്നു വരുന്നത് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു വരുന്ന ശ്രീ ജോർജ് ബഹനാൻ. അദ്ദേഹം ഒരു ഗ്രന്ഥകർത്താവാണ്, അതുപോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റാണ്, കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വളരെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അദ്ദേഹം മധ്യകേരള മഹായിടവകയുടെ ഒരു പുരോഹിതൻ്റെ പുത്രനാണ്. അദ്ദേഹം ക്ലാസ് എടുക്കുവാനായിട്ട് ശനിയാഴ്ച 10 മണിക്ക് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരുന്നു. ആ കുടുംബസംഗമത്തിലും പങ്കെടുക്കാനായിട്ട് നിങ്ങളോട് ആലോചന പറയുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ബാല യുവജന സമ്മേളനമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും പങ്കെടുക്കാനായിട്ടുള്ള ഒരു യോഗം ക്രമീകരിച്ചിരിക്കുന്നു. കണ്ണമ്മൂല ഐക്യവൈദിക സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ശ്യാംരാജ് സുവിശേഷകർ അതിന് നേതൃത്വം നൽകുന്നു. ഈ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാനായിട്ട് പ്രത്യേകം നിങ്ങളോട് ആലോചന പറയുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബൈബിൾ ക്വിസ് മത്സരം ക്രമീകരിച്ചിട്ടുണ്ട്.
ആ ബൈബിൾ ക്വിസ് മത്സരത്തിൻ്റെ ചോദ്യാവലി ഈ വരുന്ന ഞായറാഴ്ച നിങ്ങൾക്ക് ആലയത്തിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. വചന പഠനം പ്രോത്സാഹിപ്പിക്കുക, കൺവെൻഷനെക്കുറിച്ചുള്ള മെസ്സേജ് നിങ്ങളുടെ കുടുംബങ്ങളിൽ എത്തിക്കുക എന്നുള്ള 2 ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബൈബിൾ ക്വിസ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വർഷം പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തെയും പുതിയ നിയമത്തിൽ നിന്ന് മത്തായി എഴുതിയ സുവിശേഷത്തെയും അധികരിച്ചുകൊണ്ടാണ് ആ ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ 100 ചോദ്യങ്ങളുള്ള ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് 20 രൂപയ്ക്ക് ലഭ്യമാകും. ഇതിലെ ചോദ്യങ്ങൾ എഴുതി തിരികെ ഏപ്രിൽ മാസം 6-ാം തീയതി അതിനകം ഏൽപ്പിക്കേണ്ടതാണ്. തുടർന്ന് ഞാൻ 2 ദൗത്യങ്ങൾ കൂടെ നിർവഹിക്കുവാനായിട്ട് അച്ഛനോട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, നമ്മൾ ഈ വർഷം തയ്യാറാക്കിയിരിക്കുന്ന ബൈബിൾ ക്വിസിന് വേണ്ടിയുള്ള ചോദ്യാവലി ഔദ്യോഗികമായിട്ട് ഇന്ന് പുറത്തിറക്കുകയാണ്. അത് വരുന്ന ഞായറാഴ്ചയാണ് നിങ്ങളുടെ കരങ്ങളിൽ അതാത് സഭകളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള തരത്തിൽ അത് ഏൽപ്പിക്കുന്നതാണ്. ആ ഒരു ദൗത്യം നിർവഹിക്കുവാനായിട്ട് അച്ഛനെ ഞാൻ ഏൽപ്പിക്കുന്നു. അതിൻ്റെ ആദ്യ പ്രതി കൺവെൻഷൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സുനിൽകുമാർ അച്ഛന് നൽകും. അതുപോലെ തന്നെ കൺവെൻഷൻ്റെ നടത്തിപ്പിന് വേണ്ടി സംഭാവനകൾ ശേഖരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷൻ യോഗങ്ങളിൽ 70ാമത് കൺവെൻഷൻ യോഗങ്ങളിൽ വ്യക്തിപരമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഒരു വ്യക്തി തന്നെ 13,701 രൂപ സംഭാവന ശേഖരിച്ച് ഏൽപ്പിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. നിന്നനുഗ്രഹമില്ലാതെ കഴിയില്ലല്ലോ. എന്നാഗ്രഹം സഫലമാകാൻ നിന്നനുഗ്രഹമില്ലാതെ കഴിയില്ലല്ലോ. വരുന്നു നാഥാ തിരുമുൻപിൽ എൻ മനോഭാരവുമായി. വരുന്നു നാഥാ തിരുമുൻപിൽ എൻ മനോഭാരവുമായി. നീയല്ലാതെ വിടുവിപ്പാൻ, നീയല്ലാതെ സഹായിപ്പാൻ ഈ ഭൂവിലാരുമില്ലല്ലോ. അനുഗ്രഹിച്ചല്ലോ സമൃദ്ധമായി. കന്നതൻ തിങ്ങലുകൾ കേട്ടു നീ അനുഗ്രഹിച്ചല്ലോ സമൃദ്ധമായി. എന്നിതുമ്പൽ കേട്ടു നീ അനുഗ്രഹിച്ചിടണമേ. എന്നാഥ നീയല്ലാതെ വിടുവിപ്പാൻ,
നീയല്ലാതെ സഹായിപ്പാൻ ഈ ഭൂവിലാരുമില്ലല്ലോ. കണ്ടു നീ ദാഹം ശമിപ്പിച്ചു ആവോളം. ഹാഗാരിൻ തേങ്ങലുകൾ കണ്ടു നീ ദാഹം ശമിപ്പിച്ചു ആവോളം. എൻ പ്രാർത്ഥന കേട്ടു നീ മനതാരിൽ നീ വരണേ. എന്നാഥാ നീയല്ലാതെ വിടുവിപ്പാൻ നീയല്ലാതെ സഹായിപ്പാൻ ഈ ഭൂമിയിലാരുമില്ലല്ലോ. എന്നാഗ്രഹം സഫലമാകാൻ എന്നനുഗ്രഹമില്ലാതെ കഴിയില്ലല്ലോ. എന്നാഗ്രഹം സഫലമാകാൻ നിന്നനുഗ്രഹമില്ലാതെ കഴിയില്ലല്ലോ. നാഥ തിരുമുൻപിൽ എൻ മനോഭാരവുമായി നീയല്ലാതെ വിടുവിപ്പാൻ നീയല്ലാതെ സഹായിപ്പാൻ ഈ ഭൂമിയിലാരുമില്ലല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 71ാമത് കാഞ്ഞിരകുളം ഐക്യ കൺവെൻഷന് മുന്നോടിയായിട്ടുള്ള ഈ ഏകദിന കൺവെൻഷനിലും പ്രത്യേക പ്രാർത്ഥനാ യോഗത്തിലും ആയിരിക്കുവാൻ ദൈവം സഹായിച്ചിരിക്കുന്ന കൃപ ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇതിന് അധ്യക്ഷത വഹിക്കുന്ന സ്നേഹവും ബഹുമാനമുള്ള റവറൻഡ് എം വേദരാജൻ, കൺവെൻഷൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന റവറൻഡ് സുനിൽകുമാർ അച്ഛൻ, ജനറൽ സെക്രട്ടറി ഡോക്ടർ പോൾരാജ് സാർ, അക്കൗണ്ടൻറ്റ് ശ്രീ ജി ഷിബു സാർ, സുവിശേഷ വേദിയുടെ കൺവീനറായിരിക്കുന്ന ശ്രീ സ്റ്റാൻലി ജോൺ സാർ, ശ്രീ ജോൺകുട്ടി സാർ, കൊയറംഗങ്ങൾ, കഴിവൂർ സഭാ കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പ്രിയപ്പെട്ടവരായി ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഏകദേശം 90% ആളുകളുടെയും ഒരു മൈൻഡ് ഞാൻ റീഡ് ചെയ്യുകയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്നത്തെ ആരാധനയുടെ ശേഷ സമയം പരമാവധി ക്രമപ്പെടുത്താമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ സമാപന പ്രാർത്ഥന നടത്തി ആശീർവാദം പറയാനുള്ള ഒരു സമയമായി. കൺവെൻഷന് ഒരു 9 മണി 9:15 എൻ്റെ മാക്സിമം എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഒരു 50 മിനിറ്റൊക്കെ പ്രസംഗിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. അപ്പോൾ അതിനെ ഒരു 20 മിനിറ്റാക്കി ചുരുക്കി പറയുകയും പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഒരു 9:15 മുമ്പ് നമുക്ക് ക്ലോസ് ചെയ്യാം. അത് അത്തരത്തിൽ ഞാൻ ക്രമീകരിക്കാം. കാരണം അത് ആദ്യമേ പറയുന്നത് നിങ്ങളുടെ മനസ്സ് അത്തരത്തിൽ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. CSI കഴിവൂർ സഭയിൽ ഒരിക്കൽ കൂടെ ഇവിടെ ആരാധനയുടെ ഭാഗമാകാനും വചന ധ്യാനത്തിന് നിൽക്കുവാനും ദൈവം സഹായിച്ചു. എൻ്റെ പൂർവിക കുടുംബങ്ങൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ സഭയുടെ ഈ അൾത്താരയിൽ ഇവിടെ നിന്ന് വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. സ്വാഗതത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ ആദ്യത്തെ മാതൃസഭ ഇതാണ്. നെല്ലിമുടിലെ സെക്രട്ടറി ഇരിപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാണ് പിന്നീട് നെല്ലിമൂട് സഭ മാതൃസഭയായി മാറിയത്. അപ്പോൾ 2 മാതൃസഭകൾ എനിക്കുണ്ട് എന്ന് ഞാൻ എവിടെ പോയാലും അഭിമാനത്തോടു കൂടെ പറയാറുണ്ട്. അത്തരത്തിൽ ഇന്ന് ഇവിടെ ആരാധനയിലായിരിക്കാൻ ദൈവം സഹായിച്ചിരിക്കുന്നു. അങ്ങനെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഗുരുക്കന്മാരുമായിട്ടുള്ള ധാരാളം പേര് ഇവിടെ ഉണ്ട്. എല്ലാവരോടുമുള്ള സ്നേഹത്തെയും സന്തോഷത്തെ അറിയിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം ധ്യാനിക്കുന്ന ഈ സമയത്ത് ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. വചന സത്യങ്ങൾ ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. 71ാമത് കാഞ്ഞിരകുളം ഐക്യ കൺവെൻഷൻ
2025 ഏപ്രിൽ മാസം 20 മുതൽ 27 വരെ കാഞ്ഞിരംകുളം PKSHS ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ നടക്കപ്പെടുകയാണല്ലോ. നമ്മുടെ എല്ലാവരുടെയും ആവേശവും അഭിമാനവും വികാരവും ഓർമ്മകളുമാണ് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ എന്നുള്ളതിന് സംശയമില്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊച്ചുപ്രായം തൊട്ട് തന്നെ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ എൻ്റെ ഭവനത്തിൽ നിന്ന് നെല്ലിമുട് പള്ളിയിൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി കൂടെയാണ് നമ്മുടെ ഷെയ്ൻ ജോസ്, അവരൊക്കെ ഉൾപ്പെടുന്ന സംഘം ഇതുവഴി ഇവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കൺവെൻഷന് പോയ ദിവസങ്ങളും അവസരങ്ങളും ഞാനിപ്പോൾ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. ഞായറാഴ്ച ദിവസം അന്ന് പ്രത്യേകം ആരാധന സമയം ക്രമീകരിച്ച് ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷവും പ്രത്യേക മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പോയ നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല കൂട്ടായ്മകളുടെയും ഒരു അനുഭവമാണ് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ എന്നുള്ളത്. അതിൻ്റെ ആത്മീയമായ ശക്തിയും ചൈതന്യവും ഒട്ടും നഷ്ടപ്പെടുത്തി കളയാതെ കൂടുതൽ ചൈതന്യത്തോടെ ആവേശത്തോടുകൂടെ അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ, അതിനെ ഉണർത്തിയെടുക്കുവാൻ നമുക്കെല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തെക്കൻ മാരാമൺ എന്നറിയപ്പെട്ടിരുന്ന ആ ഒരു പേര് വീണ്ടും നിലനിർത്തിക്കൊണ്ട് കാഞ്ഞിരംകുളം പ്രദേശത്തിന് ഏറ്റവും ആത്മീയമായ നേതൃത്വം നൽകുവാൻ ഈ വർഷത്തെ കൺവെൻഷൻ ഇടയാകട്ടെ. അതിനായിട്ട് നമുക്കെല്ലാവർക്കും പ്രയത്നിക്കാം. 8 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധമായ ആരാധനകളിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് പാഠഭാഗമായി വായിച്ചു കേട്ട വിശുദ്ധ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. യെശയ്യാ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തോടായി യഹോവയായി ദൈവം അരുളി ചെയ്യുന്ന ആശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രത്യാശയുടെയും വചനമാണ് ഈ 43-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലൂടെ നാം കേൾക്കുന്നത്. യെശയ്യാവ് പ്രവാചകനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബാബേൽ പ്രവാസത്തിൽ കഴിയുന്ന ജനത്തോടുള്ള ഒരു സന്ദേശമായിട്ടാണ് ദൈവം യെശയ്യാവിലൂടെ ജനത്തോട് സംസാരിക്കുന്നത് എന്ന് കാണാം. യെശയ്യാവ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ യഹോവ രക്ഷയാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പേരിൽ മറ്റ് 6 വ്യക്തികളും ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ വളരെ പ്രമുഖ സ്ഥാനമുള്ള ഒരു പുസ്തകമാണ്, പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ എന്ന് നമുക്ക് കാണാം. യെശയ്യാ പ്രവാചക പുസ്തകത്തിലെ അനേക വാക്യങ്ങൾ നമ്മൾ സുവിശേഷ പാഠഭാഗങ്ങളിൽ പുതിയ നിയമത്തിൽ പലയിടത്തും യേശു അത് ഉദ്ധരിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. 66 അധ്യായങ്ങൾ ഇതിനുള്ളതുപോലെ 66 പുസ്തകങ്ങളാണ് ബൈബിളിലുള്ളത്. ഇങ്ങനെ ഒരുപാട് സാമ്യതകളും പ്രത്യേകതകളും ഒക്കെ യെശയ്യാ പ്രവാചക പുസ്തകത്തിനുണ്ട്. യെശയ്യാ പ്രവാചക പുസ്തകം തന്നെ 3 കാലഘട്ടങ്ങളിലുള്ള പ്രവാചക സന്ദേശത്തിൻ്റെ എല്ലാം കൂടെയുള്ള ഒരു ആകത്തുകയാണ് ഈ പ്രവചന പുസ്തകം. അതിൻ്റെ 1-ാമത്തെ ഭാഗം 1 മുതൽ 39 വരെയുള്ള അധ്യായം BC 8-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ 2-ാമത്തെ ഭാഗം 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ നിരാധിതരായ പ്രവാസത്തിൽ കഴിയുന്നവർക്ക് പ്രത്യാശയുടെ സന്ദേശം നൽകുന്ന ഒരു അനുഭവമാണ് യെശയ്യാവ് 40 മുതൽ 55 വരെയുള്ള വേദഭാഗത്ത് കാണുന്നത്. അത് BC 546-538 കാലയളവിലാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് BC 538 ശേഷമുള്ള കാലഘട്ടമാണ്. അത് 56 മുതലുള്ള അധ്യായമാണ്. പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിവരവ് ഇസ്രായേൽ ജനത്തിന് ലഭ്യമാകുന്നത് ഈ കാലഘട്ടത്തിലാണ്. 43-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ബാബേൽ പ്രവാസത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തോടുള്ള ആശ്വാസത്തിൻ്റെ വചനമാണ്, പ്രത്യാശയുടെ സന്ദേശമാണ് എന്നുള്ളതിന് സംശയമില്ല. പ്രവാസം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ബാബേൽ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവരുടെ വിവിധ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനത്തെ പല ഘട്ടങ്ങളിലായി യുദ്ധങ്ങളിലൂടെ തോൽപ്പിക്കുകയും യെരൂശലേം ദേവാലയത്തെ തകർക്കുകയും തീവച്ച് നശിപ്പിക്കുകയും ഇവിടെയുള്ള യൗവനക്കാരായിട്ടുള്ളവരെയും ബാലന്മാരെയും ഒക്കെ പിടിച്ചുകൊണ്ടുപോയി അവിടെ അടിമകളായി ജോലി ചെയ്യിക്കുന്ന, അടിമകളായിട്ട് മാത്രമല്ല അതിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെ വളരെ നല്ല സ്ഥാനങ്ങൾ നൽകി അവരെ ഉപയോഗിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ പ്രവാസ കാലഘട്ടം എന്ന് പറയാം. അതിൽ ആദ്യം പറയുകയാണ്, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നതാണ്. സൃഷ്ടിച്ചവനാണ്, നിർമ്മിച്ചവനാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ പറയുന്നു ഭയപ്പെടേണ്ട എന്നുള്ള ധൈര്യത്തിൻ്റെ സന്ദേശം നൽകുന്നുണ്ട്. വീണ്ടെടുത്തിരിക്കുന്നു എന്ന് ആ ഭാഗത്ത് പറയുന്നുണ്ട്.
പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് ആ ഭാഗത്ത് പറയുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ജനം, നീ എൻ്റെ മകനാണ്, എൻ്റെ ജനമാണ് എന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. അപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ, ദൈവജനത്തെ എത്രത്തോളം കരുതുകയും സ്നേഹിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. പേര് ചൊല്ലി വിളിക്കുക എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ളൊരു വ്യക്തിബന്ധം അതിലുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 43 അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം 2 ഭാഗങ്ങളിലായിട്ടാണ് ഞാൻ ഇന്ന് ചിന്തിക്കുന്നത്. ഒന്ന്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല എന്നുള്ള അനുഭവം. ആമേൻ. സമാപന പ്രാർത്ഥനയ്ക്കായി ആശീർവാദത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മുങ്ങിത്താഴുന്ന ജീവിത അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ശോധനയുടെ, തീയുടെ അനുഭവങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. വെള്ളം മുക്കിക്കളയുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കടഭാരങ്ങളാണോ, രോഗഭാരങ്ങളാണോ, പ്രതിസന്ധികളാണോ, നമ്മുടെ ജീവിത പ്രാരാബ്ധങ്ങളോ സാഹചര്യങ്ങളോ ആണോ നമ്മെ മുക്കിക്കളയുന്നത്, നമ്മെ വേദനിപ്പിക്കുന്നത്? ഏത് ജീവിത സാഹചര്യമായിരുന്നാലും കർത്താവ് പറയുകയാണ്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിൻ്റെ മീതെ കവിയുകയില്ല. ായി പിൻപിൽ വൻവൈരി പിൻഗമിച്ചാൽ ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലം അനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനം അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എരിയും തീച്ചൂള എതിരായെരിഞ്ഞാൽ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലം അനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനം അനവധി വന്നിടിലും എൻ കാന്തൽ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, നാഥൻ നടത്തിയിടും അന്ത്യം വരെ. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞങ്ങളോട് കൂടെ ഇരുന്ന് അത് ഞങ്ങളുടെ മീതെ കവിയാതെ ഞങ്ങളെ മറുകരയിൽ എത്തിക്കുന്ന കർത്താവേ, തീയുടെ അനുഭവങ്ങളുടെ മധ്യത്തിലും ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവ് ഞങ്ങളെ സംരക്ഷിച്ച് വിടുവിക്കുന്ന ഒരു കർത്താവായിരിക്കാൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഞങ്ങളോട് കൂടെയിരിക്കുന്ന, ഞങ്ങളെ സംരക്ഷിക്കുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഇന്നും ഞങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവിടെ നിന്ന് കൂടെയിരിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, യോശുവായെയും ഇസ്രായേൽ ജനത്തെയും, മോശയെയും ഇസ്രായേൽ ജനത്തെയും, എലിയാവിനെയും എലീശയെയും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും അവരുടെ എല്ലാം ജീവിതങ്ങളിലൂടെ അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്ന കൃപയെ ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. ഈ കാലഘട്ടത്തിൽ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ, അഗ്നിശോധനകളിൽ അകപ്പെടാതെ, മുക്കിക്കളയുന്ന ജീവിത സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, പ്രത്യാശ വെച്ചുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതങ്ങളെ, വിശ്വാസ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ
അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എല്ലാവരെയും സഹായിക്കണമേ, ശക്തീകരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഇന്ന് വചനം കേട്ട ഞങ്ങൾ ആരും നഷ്ടമായി പോകാതെ അങ്ങയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ഞങ്ങൾ വിടുവിക്കുന്ന, കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കാഞ്ഞിരകുളം ഐക്യ കൺവെൻഷൻ്റെ എല്ലാ ശുശ്രൂഷകളെയും അതിൻ്റെ ഒരുക്കങ്ങളെയും പ്രാർത്ഥനകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ വർഷത്തെ കൺവെൻഷൻ ഞങ്ങളുടെ ദേശത്തിനും ജനത്തിനുമെല്ലാം വലിയൊരു അനുഗ്രഹമാക്കി അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന നാളുകളാക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയുടെ നേതൃത്വം വഹിച്ച എല്ലാവർക്കായിട്ടും സ്തോത്രം. ഗാനങ്ങൾ ലഭിച്ച കൊയറിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. കടന്നു വന്ന ജനത്തിനായിട്ട് സ്തോത്രം അർപ്പിക്കുന്നു. എല്ലാ ജനത്തെയും അവിടുന്ന് അനുഗ്രഹത്തോടെ അയക്കണമേ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണം. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അവിടത്തേക്ക് തരുന്നു. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും മാറിപ്പോകാത്ത പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും കാവലും പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരോടും ഇന്നും എന്നും കാലാവസാനത്തോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.